Watch India's largest kids library only on Jio Hotstar. Download the app now. ഈ ക്രീഡം എനിക്ക് ഉറപ്പായിട്ടും വേണം. ഞാനിത് എങ്ങനെയെങ്കിലും കൊള്ളയടിച്ചിരിക്കും മേഡം. അവന്റെ അടുത്ത് ബോഡി ഗാർഡ് ഉണ്ട്. ഉണ്ടെങ്കിൽ എന്താ അവര് നമ്മളെ പിടിക്കുന്നതിന് മുന്നേ നമ്മൾ അവിടുന്ന് ഓടി രക്ഷപ്പെടും. നമ്മൾ രക്ഷപ്പെടുന്നതിൽ എക്സ്പേർട്ട് അല്ലേടാ. എന്റെ അടുത്ത് ഐഡിയ ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഈ ഗെറ്റപ്പ് ഇട്ട് അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞത്. എന്റെ ഐഡിയ നിങ്ങൾ നോക്കടാ ഇപ്പോ. അടിപൊളി ബോസേ, അടിപൊളി. തകർത്ത് കളഞ്ഞല്ലോ. നിങ്ങളെ കണ്ട ആരാണെങ്കിലും മോട്ടു ആണെന്നേ പറയത്തുള്ളൂ. ആരും കണ്ടുപിടിക്കില്ല. ഇപ്പൊ നോക്കിക്കോ. ജോണിന്റെ ചെകുത്താൻ ബുദ്ധിയിൽ ഒരു സൂപ്പർ ഐഡിയ ഞാൻ മിക്സ് ചെയ്യാൻ പോവാണെടാ. അതാണ് ആ രാജാവ്. രക്ഷിച്ചേ ശരിയാവുള്ളൂ. അങ്ങനെ തന്നെ. ഇപ്രാവശ്യം ഞാൻ പോകുന്നു. പക്ഷേ ഇനി എങ്ങാനും നിങ്ങളെ ഞാൻ ഈ ഫുർഫുറി നഗരത്തിൽ കണ്ടാൽ നിങ്ങൾ ആരെയും ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. തല്ല് ഷേപ്പ് മാറ്റും ഞാൻ. അപ്പോഴേ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവൂ. ഒരു പിടിയും കിട്ടണില്ല ആരാണെന്ന്. വരൂ, നമുക്ക് പട്ടണത്തിലൊക്കെ ഒന്ന് കറങ്ങാം. നമുക്ക് എവിടെയെങ്കിലും ഒരു നല്ല ഫാക്ടറി ഇടാനുള്ള സ്ഥലം നോക്കാം. ഇവിടെ എന്തോ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് വല്ലതും കഴിച്ചേക്കാം. ആ ഒരു കോളത്തിലുണ്ടല്ലോ. മഹാരാജാവേ, ഇവിടുത്തെ സമോസ നല്ല ടേസ്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ആഹാ, രാജാവിന്റെ വണ്ടി വന്നോ? ഞാൻ കേൾക്കണ്ടായി ചൈനയുടെ രാജാവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ദേ നോക്കൂ, ഗാർഡിന്റെ കൂടെ ഇങ്ങടേക്കാ വരണേ. ആഹാഹാ, ആഹാ, ഇത് എന്തൊരു ഭാഗ്യമാ. മഹാരാജാവ് എന്റെ കടയിലേക്ക് വരികയാണല്ലോ. ഇരിക്കൂ മഹാരാജാവേ. നോക്കി, രാജാവിന് നല്ല സമോസ കൊടുക്കണം. ആഹാ, അതിനെന്താ? നല്ല മണം. അതെ, നിങ്ങൾ ഇത് എന്താണ് ചെയ്യുന്നത്? എന്റെ സുഹൃത്തിനെ എന്തിനാണ് അടിക്കുന്നത്? ഇനി നിർത്തിയേക്ക്. അവർക്ക് അവർ ചെയ്തതിന്റെ ശിക്ഷ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും മതി. ഇനി പോലീസ് അവരുടെ ജോലി ചെയ്യട്ടെ. അയ്യോ, ഒരു കാര്യവും മനസ്സിലാവണല്ലോ. മോട്ടു പത്ലു ഇവരോട് എന്ത് കളിയായിരിക്കും കളിച്ചത് ഇമ്മാതിരി അടി വാങ്ങാൻ? അതെ, ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പോ. ഞങ്ങൾ എന്തിനാ തല്ലിയത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഒന്ന് ഞങ്ങളോട് തെളിച്ചു പറ. എന്റെ മോട്ടു പത്ലു, നീ അവരോട് എന്താണ് ചെയ്തത്? അവരോട് പോയി എന്തെങ്കിലും വികൃതി കാണിച്ചു കാണും. ആവോ മോട്ടു, നീ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കാണും. അത് കാരണം ഞാൻ ഇപ്പൊ അടി മേടിക്കേണ്ടിയിരിക്കുന്നു. പത്ലു എന്താന്ന് പോലും അറിയാതല്ല അവന്മാര് നമ്മളായിട്ട് തല്ലിയത്. വരൂ, ചിങ്കം സാറിന്റെ അടുത്ത് ചെന്ന് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം. വരൂ. ഓക്കെ, പോവാം. യെസ് മഹാരാജ. യെസ്, ഞാൻ ഇപ്പൊ തന്നെ നോക്കിക്കോളാം. ഞാൻ സത്യം ചെയ്യുന്നു, അവന്മാരെ മുട്ടുകാലി തല്ലി ഞാൻ അവരെ പിടിച്ച് ജയിലിനകത്ത് ഇട്ടിരിക്കും. ചിങ്ങം എന്നും അവന്റെ വാക്ക് തെറ്റിക്കാറില്ല. ഇല്ല, ഒരിക്കലും തെറ്റിക്കില്ല. വിശ്വസിക്കാം. യെസ് മഹാരാജ. എന്റെ അമ്മ മോട്ടു,
താൻ നാണിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫുർഫുറെ നഗരത്തിൽ വന്ന ഒരു മഹാരാജാവിനെ എങ്ങനെയാണോ താൻ അപമാനിക്കുക? മര്യാദ കൊടുക്കാൻ അറിയില്ലേ? ചിങ്കം സാറേ, ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അനങ്ങരുത്. നിങ്ങളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല. ഓടരുത്. അവിടെ നിൽക്ക്. ഇത് കണ്ടോ, ഞാൻ തടഞ്ഞു. ഞാൻ ആരാ മോൻ? എനിക്ക് വയ്യ, ഒന്ന് വിശ്രമിക്കട്ടെ. ചിങ്കം സാറേ, സത്യം എന്താണെന്ന് പറയൂ. അവന്മാർ എന്തിനാ ഞങ്ങളിട്ട് തല്ലിയത്? ഞങ്ങളെ വല്ലാണ്ട് തല്ലിക്കളിച്ചു സാറേ. ഞാനും കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാ, ആ രാജാവിന്റെ തല്ലിന്നും പറഞ്ഞ്. എന്തിനു മോഷ്ടിച്ചു, എന്തിനു തല്ലിയത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഞാൻ നിങ്ങളെ പിടിച്ച് ജയിലിനകത്ത് ഇടാൻ പോവാണ്. അവിടെ നിൽക്ക്. അതെ, ഞങ്ങൾ വെല്ലേട്ടന്റെ അടുത്ത് ചെന്ന് കംപ്ലൈന്റ് പറയാൻ പോവാ. നിങ്ങൾ എല്ലാവരും എന്തിനാ ഞങ്ങളുടെ പുറകെ തന്നെ ഇങ്ങനെ വരുന്നത്? ഓക്കെ 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 ഓക്കെ, ഞാൻ പറയാം. ഇതാണ് സംഭവിച്ചത്. മഹാരാജാവ് എന്നോട് പറഞ്ഞത്. വരൂ, രാജാവിന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ പിന്നെ പാലേതാണ് വെള്ളം ഏതാണെന്ന് മനസ്സിലായിക്കോളും. വരൂ. ഒരു മിനിറ്റ് മഹാരാജാവേ, ഇവര് കള്ളന്മാരെ പിടിക്കാൻ വന്നവരാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. ഇവരെല്ലാം മോഷ്ടാക്കള്. ഇവരെ പോലെ മുഖം മൂടി അണിഞ്ഞ് വേറെ ആരോട് മോഷ്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. മാസ്ക് 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 മാസ്ക്, അതെ മാസ്ക്. അങ്ങനെയാണെങ്കിൽ ആ കള്ളനെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെങ്കില് എങ്ങനെ പിടിക്കും? പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ വേഗത്തിൽ. ഐഡിയ. രാജാവേ, നിങ്ങളുടെ ഫുർഫുറി നഗറിന്റെ അനുഭവത്തിനെ കുറിച്ച് പറയൂ. എനിക്ക് ഫർഫറി നഗർ വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എനിക്കിവിടെ ഒരാളെ ഒത്തിരി ഇഷ്ടമായി. അയാള് ഒരു ധീരനാണ്. അയാളെ പോലൊരു ധീരനെയാണ് എന്റെ സേനയിൽ എനിക്ക് ആവശ്യം. അയാളെ എനിക്ക് എവിടെങ്കിലും കിട്ടിയാൽ അയാളെ ഞാൻ 1 കോടിയുടെ സാലറിക്ക് ഞാൻ ജോലിക്ക് വെക്കും എന്റെ കൂടെ. അതുകൂടാതെ സ്വർണവും വൈരങ്ങളും സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യും. ആരാ അത്? ദേ നോക്കൂ, ഇയാള്. അത് ഞാനാണ്. ബോസേ, നിങ്ങൾ എത്ര പ്രാവശ്യം പറന്ന് താഴത്തേക്ക് വീഴും? ബോസിന്റെ തലയിൽ തേങ്ങ വീണു. നമുക്ക് എത്ര പെട്ടെന്ന് ബോസിനെ കൂട്ടിക്കൊണ്ട് നമുക്ക് പ്രൈസ് മേടിക്കാം. വാ, വേഗം പോവാം. മഹാരാജാവേ, ഞാൻ തന്നെയാണ് ആ ധൈര്യമുള്ള മനുഷ്യൻ. അന്ന് നിങ്ങളുടെ ഈ കിരീടം മോഷ്ടിക്കാൻ പരിശ്രമിച്ചു. അത് ശരി. അപ്പൊ അത് നിങ്ങളാണ്. അപ്പോ നിങ്ങളുടെ ശരിക്കുള്ള മുഖം കാണിക്കൂ. ശരിക്കുള്ള മുഖോ? ശരിക്കുള്ള മുഖത്തിന് എന്താ ഇപ്പം? ഞാൻ ഒറിജിനൽ തന്നെയാ. ഈ മുഖമുള്ള ആള് എന്റെ കൂടെ ഉണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു പെട്ടുന്നോ. അങ്ങനെ വരുമ്പോ ഇപ്പോ 2 പേരുണ്ട്. ഞാൻ ആർക്ക് സമ്മാനം കൊടുക്കും? നിങ്ങളുടെ കിരീടം കൊണ്ടുപോകാൻ ഞാനാണ് വന്നത്. അല്ല, ഞാനാണ് വന്നത് നിങ്ങളുടെ കിരീടം കൊണ്ടുപോകാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 പേരും തമ്മിലടിക്ക്. എന്നിട്ട് ആര് ജയിക്കുന്നു അയാളെ ഞാൻ 1 കോടി സാലറിയിൽ വെച്ചോളാം എന്റെ കൂടെ. മതി മതി, നിർത്ത് നിർത്ത് നിർത്ത്. എന്നെ നിങ്ങൾ കുടിക്കല്ലോ. ഇങ്ങനെ എന്നെ ചീറ്റ് ചെയ്ത് എന്നെ നിങ്ങൾ പറ്റിച്ചു. നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്നസെന്റിനെ ഇങ്ങനെ ചെയ്യാമോ? നിങ്ങൾ ജെന്റിൽമാൻ അല്ലേ? നിങ്ങൾ ഒരു കള്ളനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇതൊന്നും ഒട്ടും ശരിയല്ല. നിങ്ങൾ ചെയ്തത് തെറ്റാണ്.
നോക്കൂ നോക്കൂ, ഞാൻ എന്ത് ചെയ്താലും അതിനെ മോട്ടു പത്തിലും ഇങ്ങനെ നശിപ്പിക്കുകയാണല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യാം? ഞാൻ ഇങ്ങനെ ഇന്നസെന്റ് ആയല്ലോ. ഇങ്ങനെയൊക്കെ കട്ടും മോഷ്ടിച്ചും നല്ലപോലെ കഴിക്കാന്ന് വിചാരിച്ച അത് സാധിക്കുന്നില്ലല്ലോ. Watch India's largest kids library only on Geo Hotstar. Download the app now.